കുറച്ച് മുരിങ്ങക്കം പൊടിഞ്ഞ് വീണപ്പം കിട്ടിയ മുരിങ്ങപ്പൂവാണ്. നമുക്കൊന്ന് തോരൻ വെക്കാം. അത് ഒരുക്കി വെച്ചു. അതിന് അരപ്പരച്ച് വെച്ചു. ഗ്യാസ് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിടാം നമുക്ക്. കടുകിട്ടു. ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞതും വറ്റലും മുളകും കരിവേപ്പിലയും എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങിടുക. ഉള്ളി ഒന്ന് മൂക്കുന്ന വരെ നമുക്ക് ഇളക്കിയിട്ട് നമ്മുടെ മുരിങ്ങപ്പൂ അരിഞ്ഞ് വെച്ച അരച്ച് വെച്ച അരപ്പം കൊണ്ടിടാം. ഞാൻ ഇച്ചിരി കാന്താരി അരച്ചത്, കാന്താരിയും ജീരകവും വെളുത്തുള്ളിയും അരച്ചത്. ചുവന്നുള്ളി അരച്ചും വെക്കാം. എന്നിട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂ അതിലോട്ടിടുക. ഇട്ട് ലേശം വെള്ളം ഒഴിച്ച് ഒരു ലേശം വെള്ളം ഒഴിച്ചാൽ ഒത്തിരി ഒന്നും വേണ്ട. ഒഴിച്ചിട്ട് നമുക്കതിനെ ഒന്ന് ഇളക്കി അടച്ച് ചെറിയ തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് നിമിഷ നേരം കൊണ്ടങ്ങ് ഒതുങ്ങി കുറച്ചേ അങ്ങാകും, ഇച്ചിരി അങ്ങാകും. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കൊട്ടയും കൊണ്ട് നടന്ന് പറക്കുമായിരുന്നു മുരിങ്ങപ്പൂ. ഇപ്പം അങ്ങനെ മാലിന്യങ്ങളൊക്കെ ഉള്ള അങ്ങനെ പറക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കാണിക്കാം. പിന്നെ എൻ്റെ മുരിങ്ങപ്പൂത്തോരൻ ഏതാണ്ട് റെഡിയായി. ഇനി എൻ്റെ ഉപ്പും പാകമൊന്നും നോക്കിയില്ല. ചോറിനകത്തോട്ട് ഉള്ളി ഇട്ടങ്ങോട്ട് ഇളക്കി വാരി തിന്നണം. എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ ഇത്. ഓക്കെ, ഒരു മുരിങ്ങപ്പൂ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മുരിങ്ങപ്പൂ തോരൻ റെഡി.